പള്ളിയിൽ നിന്ന് ബാങ്ക് വിളി കേൾക്കുമ്പോ ഉമ്മ മകനെ വിളിച്ചാൽ, ഉപ്പ മോനെ വിളിച്ചാൽ, ആ മകനൊന്ന് വരാൻ വൈകിയാൽ ഉപ്പയായ നമുക്ക് എത്ര സങ്കടമാണല്ലേ, എത്ര വേദനയാണല്ലേ. ഞാൻ പോറ്റി വളർത്തിയ എൻ്റെ പുന്നാര മോന്, എൻ്റെ പുന്നാര മോള് ഞാൻ വിളിച്ചെടുത്ത് വരൂലല്ലോ എന്ന് സങ്കടപ്പെടുന്ന എത്ര നേരം നമുക്കുണ്ടാവാറുണ്ട്. എങ്കിൽ അതാ പള്ളി മിനാരത്തിൽ നിന്ന് ലോകത്തതാ മുഴുവൻ മുഴങ്ങുകയാണ്, അസ്സലാ ഹയ്യ അലസ്സലാ, നിസ്കരിക്കാൻ വരൂ മക്കളെ, ജനങ്ങളെ നിസ്കാരത്തിന് വരൂ, ഹയ്യ അലൽ ഫലാഹ്, സ്വർഗലോകമാകുന്ന സൗഭാഗ്യത്തിന്റെ കേന്ദ്രത്തിലേക്ക് വരൂ ജനങ്ങളെ. ആ വിളി കേൾക്കുമ്പോ അതിനൊരു ഉത്തരം കൊടുക്കാൻ പോലും മനസ്സ് വെക്കാതെ മൊബൈലിൽ ഇരുന്നിട്ട് അങ്ങനെ നിസ്കാരത്തിന്റെ സമയവും പാഴാക്കി കളയുന്ന മക്കളാണോ, ഭാര്യയാണോ, ഭർത്താവാണോ, ആങ്ങളയാണോ, പെങ്ങളാണോ നമ്മുടെ വീട്ടിലുള്ളത് എങ്കിൽ ആ വീട് നരകമാണ്, അത് പിശാചിന്റെ താവളമാണ്. അവിടെ അടി തീർന്ന നേരമുണ്ടാവില്ല, അവിടെ മനസ്സംഘർഷം തീരൂല, അവിടെ അമ്മായിമ്മ പോര് വിട്ടുപോകൂല, അവിടെ മരുമകളും അമ്മായി അമ്മയും പോരാണ്. അതേപോലെ തന്നെ മക്കളും ബാപ്പയും തമ്മിൽ അടിയാണ്, അനുസരണമില്ല. എന്താ തകരാറ്? അവിടെ വിളയാടുന്നത് ശൈത്താനാണ്. ഈ ഒരവസ്ഥ ഇല്ലാതിരിക്കാൻ വീട്ടിൽ ഖുർആൻ ദിവസവും നടക്കണം, ദിവസവും ഖുർആൻ ഓതണം, ദിവസവും ദിക്റുകൾ ചൊല്ലണം. ചോദിക്കണം രക്ഷിതാക്കളെ, നിങ്ങൾ മക്കളോട് നീ ഇന്ന് സ്കൂളിൽ പോയോ, നീ ഇന്ന് ഹോംവർക്ക് ചെയ്തോ എന്നൊക്കെ ചോദിക്കുന്നതിനേക്കാൾ ഗൗരവമായിട്ട് പൊന്നുമക്കളോട് ഉമ്മാരും ഉപ്പാരും ചോദിക്കണം, മോനെ ഇന്ന് സുബഹിക്ക് എഴുന്നേറ്റപ്പോ ദിക്റ് ചൊല്ലിയിട്ടുണ്ടോ മോനെ? വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ദിക്റ് ചൊല്ലിക്കൊടുക്കണം, വീട്ടിക്ക് കയറുമ്പോ ബിസ്മില്ല ചൊല്ലിക്കണം. ഓരോ സമയത്തും ഉമ്മമാരെ ഉപ്പമാരെ നിങ്ങൾ കൂടെ നിന്നുകൊണ്ടത് ചൊല്ലിച്ചു കഴിഞ്ഞാൽ നിങ്ങളങ്ങ് ഖബറിലെത്തിയാലും നിങ്ങൾ പഠിപ്പിച്ച പൊന്നുമോള്, നിങ്ങൾ പഠിപ്പിച്ച പൊന്നുമോന് ജീവിതകാലത്ത് മുഴുവനും അതങ്ങ് ചൊല്ലുമ്പോ നിങ്ങൾ ഖബറിൽ മണ്ണായി പോയിട്ടുണ്ടെങ്കിലും വലതുൻ സാലിഹുൻ യദഉ ലഹു, തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആ രൂപത്തിലുള്ള നല്ലൊരു സാലിഹായ മക്കള് അവർ ചെയ്തിട്ടുള്ള സൽക്കർമ്മങ്ങൾക്കൊക്കെ നിങ്ങൾക്കും പ്രതിഫലമുണ്ട്. കാരണം നിങ്ങളാണ് അവർക്ക് തർബിയത്ത് കൊടുത്തത്, നിങ്ങളാണ് അവരെ വളർത്തിയത്.